ഹായ് ഗൈസ്, നമ്മളിന്ന് ഹള്ളിലുള്ള ഡീപ്പ് എന്ന് പറയുന്ന മറൈൻ അക്വേറിയം കാണാൻ വന്നിരിക്കുകയാണ്. So welcome to the Deep in Kingston upon Hull. ഡീപ്പ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ലാർജസ്റ്റ് അക്വേറിയംസ് ഇൻ ദ UK ആണ്. അതുപോലെ തന്നെ ഐക്കോണിക് അവാർഡ് വിന്നിംഗ് അക്വേറിയം കൂടിയാണ്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ടവർ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്, ഹള്ളിലുള്ള ടവർ സ്ട്രീറ്റിൽ. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് അക്വേറിയം ഇൻ ദ UK. അതുപോലെ തന്നെ കുറേ അധികം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ ഇച്ചിരി നേരത്തെ വന്നു, അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി. ഈ കാണുന്ന ഒരു സ്കൾപ്ചറാണ് ഗ്രേ റീഫ് ഷാർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ക്രിസ്റ്റഫർ കെല്ലി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഈ ഒരു സ്കൾപ്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഗ്രാനൈറ്റും അതുപോലെ തന്നെ മെറ്റലും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഷാർക്കിൻ്റെ സ്റ്റാച്യു മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പരിസരമൊക്കെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ആക്ച്വലി ഇതൊരു സീ അല്ല, ഇതൊരു റിവറാണ്. ഹൾ റിവറിനോട് വളരെ ക്ലോസ് ആയിട്ടാണ് ഈ ഒരു അക്വേറിയം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്ലേസിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് 16-ാം നൂറ്റാണ്ടിലെ ഒരു ഹൾ ക്യാസിലും 17-ാം നൂറ്റാണ്ടിലെ സിറ്റഡലും ഒക്കെ സ്ഥിതി ചെയ്തിരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നത്. അങ്ങനെ 1857 മാർട്ടിൻ സാമുവൽസൺ എന്ന് പറയുന്ന ഒരാൾ ഈ ഒരു സ്ഥലം ഒരു കപ്പൽ നിർമ്മാണശാലയാക്കിയിട്ട് വികസിപ്പിച്ചെടുത്തു. അവിടെ 100-ലധികം സ്റ്റീം കപ്പലുകൾ നിർമ്മിച്ചിരുന്നു. അങ്ങനെ 1980-കളിൽ ആ ഒരു കപ്പൽ നിർമ്മാണശാല അവിടെ സ്റ്റോപ്പ് ചെയ്യുകയും പിന്നീട് സർ ടെറി ഫാരൽ എന്ന് പറയുന്ന ഒരാൾ ഈ ഡീപ്പിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുകയും 2002 ഒഫീഷ്യലി ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്തു. 52 മില്യണിലധികം ചെലവിട്ടിട്ടാണ് ഈ ഒരു അക്വേറിയം തന്നെ അവർ കൺസ്ട്രക്ട് ചെയ്ത് വന്നത്. അതുകൊണ്ട് തന്നെ പണ്ട് ഇവിടെ ഒരു കപ്പൽ നിർമ്മാണശാല ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു അക്വേറിയത്തിൻ്റെ ബിൽഡിങ്ങിന് കപ്പലിൻ്റെ ഒരു ചെറിയ മുൻഭാഗത്തെ ഷേപ്പ് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് കപ്പലിലെ വായുവും നിരന്തരമായ ആശയവിനിമയ സൗകര്യത്തിനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഗ്ലോ പ്രോബാണ്. തകർന്ന കപ്പലുകളുടെ അവസ്ഥ റിപ്പോർട്ട് ചെയ്യാനും അവ വീണ്ടെടുക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഡൈവിംഗ് ബെല്ല്. ഇപ്പോൾ നമുക്കിത് ചാർജിങ് പോയിൻ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ സോളാർ സിസ്റ്റമൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒരു ചാർജർ പോയിൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മൊബൈൽ ഫോൺസൊക്കെ ചാർജ് ചെയ്യാം. ഈ ഒരു അക്വേറിയത്തിൻ്റെ ഓപ്പണിംഗ് ടൈം വരുന്നത് രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 6 o'clock വരെയാണ്. അതുപോലെ തന്നെ ടിക്കറ്റിൻ്റെ കാര്യം എന്ന് പറയുന്നത് അഡൾട്ടിനും ചിൽഡ്രനും ടിക്കറ്റ് ആവശ്യമുണ്ട്. പക്ഷേ നമ്മൾ വൺ ടൈം പർച്ചേസ് ചെയ്താൽ ആ ടിക്കറ്റ് 12 months നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 12 monthsനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ ടിക്കറ്റ് സെയിം ടിക്കറ്റ് തന്നെ യൂസ് ചെയ്തിട്ട് ഈ അക്വേറിയം വിസിറ്റ് ചെയ്യാം. ഹോണസ്റ്റ്ലി ദിസ് പ്ലേസ് ലുക്സ് സൂപ്പർ ഫ്യൂച്ചറിസ്റ്റിക് ഫ്രം ഔട്ട്സൈഡ്. സോ ഇൻസൈഡ് എങ്ങനെയാണെന്ന് നമുക്ക് ലെറ്റ്സ് എക്സ്പ്ലോർ ദ അണ്ടർ വാട്ടർ വേൾഡ് ടുഗെദർ. ഓക്കെ, സോ നൗ വി ആർ എൻട്രിങ് ഇൻസൈഡ്. സോ ഈ വാളിലൊക്കെ കാണുന്നത് കുറേ അധികം അവാർഡ്സുകൾ കിട്ടിയിട്ടുള്ള അതിൻ്റെയൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ കുറേ ഡിഫറെൻറ്റ് സോൺസ് ഉണ്ട് വിത്ത് സോ മെനി സീ ക്രീച്ചേഴ്സ്. സോ നമുക്ക് ലിഫ്റ്റും ഉണ്ട്, സ്റ്റെയർസും യൂസ് ചെയ്യാം. അങ്ങനെ മുകളിലാണ് നമ്മുടെ മെയിൻ സംഭവം ഇരിക്കുന്നത്. ഇത് നമ്മൾ മുകളിൽ ഒരു 2-3 ഫ്ലോർ കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു വ്യൂ ആണ്. ഒരു കപ്പൽ സ്പോട്ട് ചെയ്തു ആൻഡ് ദാറ്റ് വാസ് നൈസ്. സോ നമുക്ക് ആദ്യം തന്നെ ഒരു കുഞ്ഞ് എക്സിബിഷൻ അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. എൻട്രൻസിൽ നമ്മുടെ ടിക്കറ്റൊക്കെ കാണിച്ച് സ്കാൻ ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് കയറ്റുമ്പോൾ അവിടെ തന്നെ ഒരു കുഞ്ഞ് അക്വേറിയം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കോപ്പർ ബാൻഡ് ബട്ടർഫ്ലൈ ഫിഷസ്, അതുപോലെ തന്നെ സ്ട്രൈപ്ഡ് ഷ്രിംപ് ഫിഷ്, അങ്ങനെ അതുപോലെ തന്നെ സീ അർച്ചിൻസ് ഒക്കെ ഉള്ളത് നല്ല രസമുണ്ടായിരുന്നു. ഇത് സ്മോൾ സ്പേസിൽ അവരൊരു ചെറിയ അക്വേറിയം. അത് കഴിഞ്ഞ് നമ്മൾ സ്ട്രെയിറ്റ് പോകുന്നത് എക്സിബിഷനാണ്. എക്സിബിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എർത്ത് ഫോം ചെയ്തതും അതുപോലെ തന്നെ ഓഷ്യൻ മറൈൻ ലൈഫ് അതൊക്കെ കാണിക്കുന്ന ഒരു എക്സിബിഷനാണ്. ദേ കണ്ടക്റ്റഡ് ഓഷ്യൻ ലൈഫ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്നതുള്ളതിൻ്റെയൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എക്സിബിഷൻ. ബേസിക്കലി പ്രീ ഹിസ്റ്റോറിക് സീ ലൈഫ് മുതൽ ഒരു മോഡേൺ മറൈൻ വേൾഡ് വരെ ഒരു ഫുൾ ജേർണി പോലെയാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞത്. വരുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെ ഒരു എക്സ്പീരിയൻസ് ഫീലാണ് കിട്ടുക. കാരണം നമ്മളറിയാത്ത കുറേ കാര്യങ്ങൾ അവിടെ നമുക്ക് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഈ ഒരു എക്സിബിഷൻ്റെ ഒരു ഏരിയയും അതുപോലെ ത്രൂ ഔട്ട് ആ ഒരു ഏരിയ മൊത്തം ലൈറ്റിനിങ് ഒക്കെ ഒരു സിനിമാറ്റിക് ഫീൽ പോലെ തോന്നും നമുക്ക്. അങ്ങനത്തെ ലൈറ്റിംഗ് സംഭവങ്ങളാണ് യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ കുറേ ഫോസിൽസ് ഉണ്ടായിരുന്നു. ഇതൊരു ഷാർക്കിൻ്റെ ജോ പാർട്ടും അതിൻ്റെ ഒരു ടീത്തൊക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഞാനിവിടെ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 400 മില്യൺസ് ഓഫ് ഓൾഡ് ആയിട്ടുള്ളൊരു ഷാർക്കിൻ്റെ ടീത്ത്. കുറേ ഫിഷിൻ്റെ കുറേ അധികം ഫോസിൽസ് അവർ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു തിമിംഗലത്തിൻ്റെ ബോണാണ് ഈ കാണുന്നത്. ആൻഡ് ദിസ് വൺ ഇസ് സോ ഇൻട്രസ്റ്റിംഗ്. ലൈക്ക് ഞാനാദ്യം കരുതിയത് ഒരു ക്രോക്കഡൈലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്ന, പക്ഷേ ആക്ച്വലി ഇതൊരു ഫിഷാണ്. അതിന് കാലും കൈയും ഒക്കെ ഉള്ളൊരു ഫിഷായിരുന്നു. പിന്നെ കണ്ടത് ഈ ജെല്ലി ഫിഷാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. നേരിട്ട് കാണാൻ കുറച്ചും കൂടെ കൂടുതൽ ഭംഗി തോന്നിയിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് ഒരു ട്രോപ്പിക്കൽ അക്വേറിയം. അതുപോലെ അവർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിനകത്ത് ഫിഷുകൾ കുറേ വെറൈറ്റി ഫിഷസ് ആയിരുന്നു. കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. ഡീപ്പ് എന്ന് പറയുന്നത് ഒരു അക്വേറിയം മാത്രമല്ല, ഇറ്റ്സ് ആൻ അക്വേറിയം പ്ലസ് എഡ്യൂക്കേഷൻ പ്ലസ് കൺസർവേഷൻ സെൻറ്ററും കൂടിയാണ്. വേറൊരു ക്രേസി ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പ് ഹോൾഡ് അറൗണ്ട് 2.5 മില്യൺ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. ഇമാജിൻ നമ്മളൊരു അറൗണ്ട് ഒരു തൗസൻഡ്സ് ഓഫ് ബാത്ത് ടബ് ഒരുമിച്ച് ഫില്ല് ചെയ്യുമ്പോൾ എത്ര വാട്ടർ ഉണ്ടാവും. അത്ര അധികം വാട്ടർ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഹൺഡ്രഡ്സ് ഓഫ് ട്രോപ്പിക്കൽ റീഫ് ഫിഷസ് ഉണ്ടെന്നാണ് പറയുന്നത്. സം ഓഫ് ദം ഗ്ലോ അണ്ടർ ദ സ്പെഷ്യൽ ലൈറ്റ്നിങ് ടു. അപ്പോൾ ഒരു സ്പെഷ്യൽ ലൈറ്റിൽ അവർ ഗ്ലോ ചെയ്യുന്നതാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു അക്വേറിയത്തിൽ കുറേ വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഉണ്ടായിരുന്നു കേട്ടോ. ഓഫ് കോഴ്സ് നമുക്കറിയാം എല്ലാ പ്ലേസിലും കിഡ്സിന് വെൽക്കം ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ക്രിയേഷൻസ് ഉണ്ടാവും. അങ്ങനെ ഇവിടെയും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കിഡ്സിനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീപ്പസ്റ്റ് ജസ്റ്റ് നോട്ട് ആൻ എൻ്റർടൈൻമെൻറ്റ്, മറൈൻ കൺസർവേഷനും അതുപോലെ തന്നെ സീ ലൈഫ് പ്രൊട്ടക്ഷനെ കുറിച്ചൊക്കെ ഇവിടെ ലോഡ് ഓഫ് ഇൻഫർമേഷൻസ് കിട്ടും. അതുപോലെ തന്നെ കിഡ്സിനും അഡൾട്ടിനും ഈക്വലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. സീ ലൈഫിനെ കുറിച്ച് കുട്ടികൾക്കുള്ള ഈ ചെറിയ സെഷൻസൊക്കെ ഇവർ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഈ ഒരു അക്വേറിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഓഷ്യൻ സൗണ്ട്സ് കേൾക്കാൻ പറ്റുന്ന പറയുന്നത്. ഈ ഒരു ഫിഷുകളും അവരുടെ കുറേ സൗണ്ട്സൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. ദ ഡീപ്പ് ഓപ്പൺഡ് ഇൻ 2002 എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആൻഡ് ഇറ്റ് വാസ് ബിൽഡ് ഇൻ എ മാസീവ് മില്ലേനിയം പ്രോജക്റ്റായിട്ടാണ് അവർ ചെയ്തിരുന്നത്. ഇതൊരു ചെറിയ അക്വേറിയം അല്ല, ദേ കോൾ ഇറ്റ് ആസ് എ സബ്മറൈൻ. അങ്ങനെയായിരുന്നു അവരിതിനെ വിശേഷിപ്പിച്ചിരുന്നത്. കാരണം അത്യാവശ്യം വലിപ്പമുള്ളൊരു അക്വേറിയമാണ്. കുറേയധികം സ്പീഷീസ് ഉണ്ട് ഇതിനകത്ത്. They actually designed this aquarium like a journey through time, from prehistoric oceans and all the way to modern marine life. And ഇവിടെ ഒരു തൗസൻഡ്സ് ഓഫ് ട്രോപ്പിക്കൽ ഫിഷസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമുക്കിവിടെ വന്ന ഓരോ ഫിഷിനെ കുറിച്ചും കുറേയധികം ഇൻഫർമേഷൻസ് ഉണ്ട്. നമ്മൾ ഫിഷസിനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് പെൻഗ്വിൻസിനെ കാണുന്നത്. ദാറ്റ് വാസ് സൂപ്പർ എക്സൈറ്റിംഗ്. ഓക്കെ, ദിസ് ഈസ് ദ ബെസ്റ്റ് പാർട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ദേ ആർ ലുക്കിംഗ് സോ ക്യൂട്ട്. ഭയങ്കര ഇന്നസെൻസ്.
ആൻഡ് ഇവിടെയുള്ളൊരു പെൻഗ്വിൻസ് എന്ന് പറയുന്നത് ജെൻഡോ എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽ വരുന്ന പെൻഗ്വിൻസ് ആണ് ഇവിടെ ഉള്ളത്. ദ കിങ്ഡം ഓഫ് ഐസ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്, ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. അതിൽ സ്പെസിഫൈ ചെയ്യുന്ന പെൻഗ്വിൻസ് ആണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഈ ജെൻഡോ പെൻഗ്വിൻസിന് ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവരാണ് വേൾഡിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സ്വിമ്മേഴ്സ്. ഇത് നമ്മൾ മുകളിൽ കണ്ട ട്രോപ്പിക്കൽ അക്വേറിയത്തിൻ്റെ ഒരു ഡൗൺ പാർട്ട് ഏരിയ ആണിത്. നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ ആ ഒരു അക്വേറിയത്തിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു വ്യൂ ആണിത് കേട്ടോ. സോ സൂപ്പർ എക്സൈറ്റഡ്. ദിസ് ഇസ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദിസ് അക്വേറിയം വിസിറ്റ്. നിങ്ങൾക്ക് കാണാം ഞാൻ എന്തിനാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് ഷോക്ക് ഇസ് കമ്മിങ്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഷാർക്ക് എന്ന് പറയുന്നത് ഏൻഷ്യൻ മറൈൻ ആനിമൽസുകളിൽ ഒന്നാണ്. ഡൈനോസേഴ്സിന് മുമ്പ് തന്നെ ഷാർക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുന്നത് ഷാർക്സിൻ്റെ ഒരു ബോഡി എന്ന് പറയുന്നത് ബോൺസ് കൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത്, കാർട്ടിലേജസ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വാട്ടറിൽ അവർക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് സ്വിം ചെയ്യാൻ പറ്റും. ആൻഡ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറയുന്നത് ഷാർക്കിന് ഭയങ്കര പവർഫുൾ സ്മെല്ലിംഗ് കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വാട്ടറിലുള്ള എന്തെങ്കിലും ബ്ലഡ് കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാനും സ്മെൽ ചെയ്യാനും പറ്റും. മറ്റ് അനിമൽസിനെ ഉപയോഗിച്ച് ദേ ക്യാൻ സ്മെൽ ഇറ്റ് ഫാസ്റ്റ്. ആൻഡ് ഈ വരുന്നതാണ് സോഫിഷ്. ഇത് ആകെ കൂടെ ഒരു പെയർ ഓഫ് സോഫിഷ് ഉള്ളത് ഡീപ്പിലാണ്. ആൻഡ് ദീസ് ആർ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ്. ഇവ നമ്മളെ ഉപദ്രവിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. ഈ സോഫിഷ് എന്ന് പറയുന്നത് ഷാർക്ക് അല്ല കേട്ടോ. അവർ ഷാർക്ക് ഫാമിലിയിൽ പെടുന്നതും അല്ല. ദേ വർ സോ ഡിഫറെൻറ്റ്. സോഫിഷിന് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്ട്രക്ചറാണുള്ളത്. ഓവർ ഫിഷിങ് കാരണം ഇതിൻ്റെ ഒരു സ്പീഷീസ് തന്നെ ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇവരതിനെ പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഇതാണ് ലോങ്ങർ ഹെഡ് ടേർട്ടിൽ. ഇവയ്ക്ക് ഭയങ്കര ഹാർഡ് ഷെല്ലായിരിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ നീമോ അഥവാ ക്ലോൺ ഫിഷ്. നമ്മുടെ നീമോ മൂവിയിൽ കാണുന്ന ക്ലോൺ ഫിഷ്. ക്ലോൺ ഫിഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ആൺമത്സ്യങ്ങളായിട്ടാണ് ആദ്യം ജനിക്കുന്നതെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ കുറച്ച് ഫിഷുകൾ പെൺമത്സ്യങ്ങളായിട്ട് കൺവേർട്ടായി പോകും. അങ്ങനെയാണ് ഇവരുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇതാണ് ഗാർഡൻ ഈൽ ഫിഷുകൾ. കടലിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന ഫിഷുകളാണ് ഇവർ. മണലിൽ ചെറിയ തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഇവർ ജീവിക്കുന്നത്. ആ ഒരു തുരങ്കങ്ങൾക്ക് കേടുപാട് സംഭവിക്കാതിരിക്കാൻ ഇവരുടെ ശരീരത്തിൽ നിന്നൊരു സ്ലൈം പുറപ്പെടും. അത് വെച്ചിട്ടാണ് അവരത് ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. ഫിഷസ് കൂടാണ്ട് ഇവിടെ അംഫിബിയൻസ്, അതുപോലെ തന്നെ റെപ്റ്റൈൽസ്, ഇൻസെക്ട്സ്, അങ്ങനെയൊക്കെ കുറേ സ്പീഷീസ് ഇവിടെ ഉണ്ടായിരുന്നു. ഇതവരുടെ ഒരു ബാക്ക് ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും അവരെങ്ങനെയാണ് ഹീറ്റിംഗ് കൺട്രോളും അതുപോലെ തന്നെ വേവ് കൺട്രോളൊക്കെ ചെയ്യുന്നതെന്ന്. ദെൻ നമ്മൾ വന്നപ്പോൾ ഒരു സ്ഥലമാണ് ഇത്. ഒറിജിനലായിട്ടുള്ള ഷിപ്പിൻ്റെ പാർട്സ് വെച്ചിട്ട് ഒരു അക്വേറിയം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ കുറേ ലൈറ്റ് ലൂമിനേഷൻ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറഞ്ഞാൽ ലുക്ക് അറ്റ് ദിസ് ജെല്ലി ഫിഷസ്. ഡീപ്പിലുള്ള ഒരു 3 വെറൈറ്റീസ് ഓഫ് ജെല്ലി ഫിഷസ് ആണ് ഇവിടെ ഉള്ളത്. ദ ഫസ്റ്റ് വൺ ഇസ് മൂൺ ജെല്ലി ഫിഷ്. പിന്നെ ഉള്ളത് ഒരു ജാപ്പനീസ് സീ നെറ്റൽ എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഉണ്ട്. ദെൻ ഫൈനൽ വൺ ദ പാരലൽ ജെല്ലി ഫിഷ്. ആൻഡ് ദിസ് വൺ ഇസ് ദ പാരലൽ ജെല്ലി ഫിഷ്. ബ്രിട്ടീഷ് കടലിലൊക്കെ കാണുന്ന ഏറ്റവും വലിയ ഒരു ജെല്ലി ഫിഷിൻ്റെ ഇനമാണിത്. ഈ ഒരു ജെല്ലി ഫിഷിൻ്റെ കൺസർവേഷൻ വളരെ വിജയകരമായി പൂർത്തിയാക്കിയത് UK ഡീപ്പ് എന്ന് പറയുന്ന ഈ അക്വേറിയത്തിൽ മാത്രമാണ്. ആൻഡ് ജെല്ലി ഫിഷിന് ബ്രെയിൻ ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് ദേ ഹാവ് സർവൈവൽ സ്കിൽസ്. അതുപയോഗിച്ചിട്ടാണ് അവർ സർവൈവ് ചെയ്യുന്നത്. ഓയിസ്റ്റേഴ്സിനെ സംരക്ഷിക്കുന്നതിൽ ഭയങ്കര ഒരു പങ്ക് ഹള്ള്
ലുള്ള ഈ ഡീപ്പ് എന്ന് പറയുന്ന അക്വേറിയം വഹിക്കുന്നുണ്ട്. കാരണം നേറ്റീവ് ഓയിസ്റ്റർ അഥവാ യൂറോപ്യൻ ഫ്ലാറ്റ് ഓയിസ്റ്റർ, ഈ ഒരു ഓയിസ്റ്ററിൻ്റെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവയെ കൂടുതൽ സംരക്ഷിക്കുന്നതിൽ ഈ ഡീപ്പ് എന്ന് പറയുന്ന അക്വേറിയം വളരെയധികം ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഓയിസ്റ്ററുകളെ സംരക്ഷിക്കുന്നതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു വീഡിയോ നമുക്കവിടെ കാണാൻ പറ്റും. ഓയിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് കടലിലെ വെള്ളം ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. ഒരു സിംഗിൾ ഓയിസ്റ്ററിന് അറൗണ്ട് 200 ലിറ്റേഴ്സ് ഓഫ് വാട്ടറിലെ മലിനീകരണം തടയാൻ കഴിയുന്ന പറയുന്നത്. അത്രയും വെള്ളം അതിന് ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ തിരമാലകളുടെ ഒരു ഏറ്റക്കുറച്ചിൽ കൊണ്ടും അതുപോലെ കാറ്റുകൊണ്ടൊക്കെ കടലിനടിയിലുണ്ടാകുന്ന മണലൊലിപ്പ് തടയാനും ഇവയ്ക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഇവരെ പ്രിസർവ് ചെയ്യാനുള്ള കൂടുതൽ പ്രോഗ്രാമുകൾ ഡീപ്പിലുണ്ട്. ഇതൊരു എക്സൈറ്റിംഗ് ഫാക്റ്റായിരുന്നു. അവിടുത്തെ ഒരു സ്റ്റാഫ് നമുക്ക് കറക്റ്റായിട്ട് എന്താ അവർ ചെയ്യുന്നതെന്ന് കാണാനില്ലായിരുന്നു. 2 പേരുണ്ടായിരുന്നു വെള്ളത്തിനടിയിൽ. ഒരു ബിഗ് ടാങ്കിൽ, ആ ഷാർക്കൊക്കെ കിടക്കുന്ന ടാങ്കിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്താണ് അവർ നിൽക്കുന്നത്. അവിടെ എന്തോ ഒരു മെയിൻ്റനൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവിടെ വന്ന എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഇവരെന്താ ചെയ്യുന്നതെന്ന് കാണാനും. അതുപോലെ തന്നെ ഇത്രയും അണ്ടർ വാട്ടറിനകത്ത് ഇത്രയും ജയൻ്റ് ആയിട്ടുള്ള ഫിഷുകളുള്ള ടാങ്കിൽ ഇറങ്ങാനും ഒരു ധൈര്യം വേണമല്ലോ. സോ എല്ലാവരും അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ദീസ് ആർ പ്ലൂമോസ് അനിമോൺസ്, അങ്ങനെയാണ് ഇവരുടെ പേര്. ഇത് കടലിലുള്ള ഒരു തരം ജീവിയാണ്. കാണുമ്പോൾ നമുക്ക് കടൽ ചെടികളെ പോലെയൊക്കെ തോന്നുമെങ്കിലും ഇവരൊരു ജീവികൾ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിഡ്സിന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ചെറിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ ഒരു സാൻഡിൻ്റെ സംഭവം. ഈ സാൻഡിനകത്ത് നിറയെ ഫിഷസ് വരും. പ്രൊജക്ടർ ഉപയോഗിച്ചിട്ട് അവർ ഫിഷസിൻ്റെ ഒരു പിക്ചേഴ്സൊക്കെ അവിടെ വരും. അപ്പം കിഡ്സിന് കുറച്ചും കൂടി ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. അങ്ങനെ കളിക്കാനുള്ളൊരു ഏരിയയൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പോയത് ഇത് ഫുൾ ഓൺ ഐസാണ് കേട്ടോ. ഐസിൻ്റെ വാൾസാണ്, ഫുൾ ഐസായിട്ടാണ്. പിന്നെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഓസോൺ പാളിയുടെ ഒരു വിള്ളലൊക്കെ സംഭവിച്ച ഒരു അതൊക്കെ ഇവിടെ ഇങ്ങനെ ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പെൻഗ്വിൻസിനെ കണ്ടു. ജസ്റ്റ് അതൊരു ചെറിയ വിൻഡോയിലൂടെ ചെറിയൊരു ഭാഗം മാത്രമാണ് കണ്ടത്. ആൻഡ് താഴത്തെത്തുമ്പോഴാണ് ശരിക്കും അവരുടെ ആ ഒരു ഫുൾ വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നത്. ആൻഡ് ദേ വാസ് സോ ക്യൂട്ട്. നമ്മൾ വന്നപ്പോൾ ഫീഡിങ് ടൈം ആയിരുന്നു, പെൻഗ്വിൻസിൻ്റെ ഫീഡിങ് ടൈം ആയിരുന്നു അവിടെ. ജെൻറ്റോ സ്പീഷീസിലുള്ള പെൻഗ്വിൻസ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇവരുടെ പ്രത്യേകത അവർ ഭയങ്കര ഫാസ്റ്റ് സ്വിമ്മേഴ്സാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഈ ഒരു ഇനം പെൻഗ്വിൻസിനെന്ന് പറയുന്നത് ഒരു അവറിൽ 35 കിലോമീറ്റർ സ്പീഡിൽ ഇവർക്ക് സ്വിം ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. ഭയങ്കര പ്ലേഫുൾ ആൻഡ് ക്യൂരിയസ് ആയിട്ടുള്ള ഒരു വിഭാഗം അതാണ് പെൻഗ്വിൻസ്. ആൻഡ് ദേ വാസ് സോ ക്യൂട്ട്. നടക്കുന്നത് ഭയങ്കര സ്ലോ ആണെങ്കിലും വൺസ് ദേ ഇൻ വാട്ടർ ഭയങ്കര സ്പീഡാണ്. നിങ്ങൾക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. ഐ ഷോ യു ദറ്റ് സ്പീഡ്. ഇവർക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ഷ്രിംസിനെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഭയങ്കര കുഞ്ഞ് ഷ്രിംസ്. ആ ഷ്രിംസ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫാസ്റ്റ് ഉണ്ടല്ലോ, ഭയങ്കര സ്പീഡിലാണ് അവർ സ്വിം ചെയ്യുന്നത്. ആൻഡ് അബ്സല്യൂട്ട്ലി എ കെയോട്ടിക് സിറ്റുവേഷൻ, ബട്ട് ഇറ്റ്സ് ലുക്ക് നൈസ്. ഡീപ്പിൽ ഇവയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കര ലാർജ് അക്വേറിയം പൂളാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അന്റാർട്ടിക് ഫീൽ ഓഫ് എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ നെസ്റ്റിംഗ് ഏരിയാസ് ഉണ്ട് ഇവർക്ക് വേണ്ടിയിട്ട്. ഒരു മൾട്ടി ഫ്ലോർ വ്യൂ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് വ്യൂസിൽ നമുക്ക് പെൻഗ്വിൻസിനെ കാണാൻ പറ്റും. നിങ്ങൾ എത്ര പേര് നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പെൻഗ്വിൻസ് അണ്ടർ വാട്ടറിൽ സ്വിം ചെയ്യുമ്പോൾ അവരുടെ ബോഡിയിൽ നിന്ന് നിറയെ ബബിൾസ് വരും. വൈ ദാറ്റ് ഹാപ്പനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിലൊരു ലൂബ്രിക്കേറ്റിംഗ് ലെയർ ഉണ്ട്. എയർ അവരുടെ തൂവലുകളിൽ തങ്ങി നിൽക്കും. ഇതാണ് അവരെ തണുപ്പിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒന്ന്. ഇത് വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഈ വായു റിലീസ് ആകുമ്പോൾ അത് ബബിൾസ് ആയിട്ട് പുറത്തോട്ട് വരും. ഇതുകൊണ്ട് തന്നെ അവർക്ക് വളരെ ഫാസ്റ്റായിട്ട് നീന്താനും പറ്റും. ഈ ഒരു ഏരിയയിൽ കുറേ അധികം ഡോക്യുമെൻ്ററീസ് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ ഫോസിൽസ് ഉണ്ട് അവിടെ.
പിന്നെ ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ കുറേ സ്പീഷ്യസ് ഒക്കെ കാണാനുണ്ടായിരുന്നു. ഇതാണൊരു ജയൻ്റ് ആയിട്ടുള്ള ചീവീടാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചെറുതിനെ കണ്ടിട്ടുള്ളൂ, ബട്ട് ദിസ് വൺ ഇസ് ഭയങ്കര ബിഗ് ആയിരുന്നു. ആൻഡ് ഇമാജിൻ ദാറ്റ് ചെറിയ ചീവീടിനകത്ത് നിന്ന് വരുന്ന ഒച്ചയെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ബിഗിനകത്ത് നിന്ന് എത്ര ഒച്ച വരുന്നത് ആലോചിച്ച് നോക്കൂ. ആൻഡ് ദിസ് വൺ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ കാണും. അതിനെന്താ പേര് പറയാമെന്നറിയില്ല. സ്റ്റിക്ക് പോലെ ഇരിക്കും. ശരിക്കും വടിയിലുണ്ടാകുന്ന ഒരു ജീവി, ആശാരിന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറയാൻ തോന്നുന്നു. ഐ നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. അതൊരു കുറേ ഉണ്ടായിരുന്നു. ഈ ഒരു ഗ്ലാസ് ഒരു ഇത് ഫുള്ളും അത് തന്നെയായിരുന്നു. ദെൻ പിന്നെ കൂടാതെ കുറേ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പോയ്സണസ് ഫ്രോഗ്സ്. ഫ്ലൈ ട്രാപ്പ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. ഇരപിടിയൻ ചെടി എന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ, അങ്ങനത്തെ കുറേ പ്ലാന്റ്സിൻ്റെ സെഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ദീസ് ഫിഷ് ആർ കോൾഡ് പിറാന എന്ന് പറയുന്ന ഫിഷാണിത്. ആൻഡ് ദിസ് വൺ ഈസ് ദ ആമസോൺ മിൽക്ക് ഫ്രോഗ്. ഫൈനലി ഒരു ചെറിയ ട്രോപ്പിക്കൽ അക്വേറിയം ഉണ്ടായിരുന്നു അവിടെ. ഞാൻ അധികം വെറൈറ്റീസ് ഒന്നുമില്ല, ഈ ഒരു വെറൈറ്റി ഓഫ് ഫിഷസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് നമ്മൾ പോയത് അണ്ടർ വാട്ടർ ടണലാണ്. ഇവിടെ ഒരു അണ്ടർ വാട്ടർ ടണലും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ലിഫ്റ്റും ഉണ്ട്. ലിഫ്റ്റ് ആകുമ്പോൾ നമ്മൾ ആദ്യം വന്ന ഒരു അക്വേറിയത്തിൻ്റെ അടിഭാഗം മുതൽ മോൾ ഭാഗം വരെ നമുക്ക് ലിഫ്റ്റിൽ കാണാൻ പറ്റും. ആൻഡ് ജയൻ്റ് ആയിട്ടുള്ള ഷാർക്സും അതുപോലെ കുറേ ഫിഷസിനെയൊക്കെ നമുക്ക് നല്ല ക്ലോസ് ആയിട്ട് കാണാൻ പറ്റും. നമ്മൾ കുറച്ച് തിരക്കായതുകൊണ്ട് ലിഫ്റ്റ് എടുത്തില്ല, വി ജസ്റ്റ് വാക്ക് സ്റ്റെയർസാണ് യൂസ് ചെയ്തത്. ആൻഡ് ദിസ് വൺ ഇസ് അവിടെ ഒരു വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ ഒരു മെഷീനറീസ്, എന്തൊക്കെ വാട്ടർ പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ് അവർ യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഗ്ലിംസ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ എൻ്റർ ചെയ്തത് ഞാൻ പറഞ്ഞ പോലെ ആ ഷാർക്കിൻ്റെ ഒരു ബിഗ് ടാങ്ക് പോലത്തെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. ആൻഡ് അവിടെ നമ്മൾ ഏറ്റവും ടോപ്പിൽ കയറി ചെല്ലുമ്പോൾ ആ ഒരു ടാങ്കിൻ്റെ ടോപ്പ് വ്യൂ നമുക്ക് കിട്ടും. നമ്മൾ അടിയിൽ നിന്നുള്ള വ്യൂ കണ്ട് ഏറ്റവും മുകളിലത്തെ വ്യൂ വരെ കാണാൻ പറ്റും നമുക്ക്. പിന്നെ അവിടെ ഒരു ചെറിയ കുട്ടി ഷോപ്പ് ഉണ്ടായിരുന്നു, നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം, അതുപോലെ തന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റ് അങ്ങനത്തെയൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.